ഇന്ന് രാത്രിയും തിരുവചനം പഠിപ്പാൻ കർത്താവ് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നമ്മൾ പഠിക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി നമ്മളെ സമർപ്പിച്ച് എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്. നാം പഠിക്കുന്ന വചനങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെടുക, ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ പാദങ്ങളിൽ അടിയങ്ങൾ അടുത്തു വരുന്നു. തിരുവചനം ഉള്ളതിനും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ കർത്താവടിനെ ബലപ്പെടുത്തണം. ആത്മാവിന്റെ അത്യന്ത ശക്തി, പ്രത്യേകമായ അഭിഷേകം അടിയന്റെ മേൽ പകരണമേ. വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കേൾക്കുന്ന വചനങ്ങൾ നിർബന്ധപൂർവം അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുവാൻ അവരുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ കർത്താവ്. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ദൈവകരങ്ങളിൽ അടിയങ്ങളെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. കഴിഞ്ഞ ചില മാസങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം വീതം നമ്മൾ ദൂതന്മാർ എന്ന വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ദൂതന്മാർ എന്ന വിഷയം ക്ലാസ് എടുക്കുവാൻ ഇടയായത്. അതുകൊണ്ട് വളരെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ദൈവവചനത്തിലൂടെ കടന്നുപോയി നോട്ടുകൾ തയ്യാറാക്കിയാണ് ആ ക്ലാസ്സുകൾ ക്രമീകരിച്ചത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ദൂതന്മാരെ കുറിച്ച് ചിന്തിപ്പാൻ ഇടയായത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പലരും ദൂതന്മാരെ കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 1-2 ദിവസത്തിൽ കൂടുതൽ, 1-2 ക്ലാസ്സുകളിൽ കൂടുതൽ ആരും എടുത്ത് ഞാൻ കേട്ടിട്ടില്ല. ഇത്രയും കൂടുതൽ ദിവസങ്ങൾ ദൂതന്മാരെ കുറിച്ച് പഠിക്കാൻ ഇടയായത് തന്നെ ഒരു വലിയ അത്ഭുതമായിട്ട് എനിക്ക് തന്നെ തോന്നി. അതും ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കുവാനിടയായത്. ഇത് ലേഖനങ്ങളും ഒക്കെ പല പ്രാവശ്യം സഭകളിൽ ക്ലാസ് എടുത്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് അത്രയും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. എങ്കിലും ഈ വചനങ്ങൾ തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ വളരെ ശ്രദ്ധയോടെ സന്തോഷത്തോടെ നമുക്ക് കർത്താവിന്റെ പാദങ്ങളിലായിരിക്കാം. റോമാലേഖനമാണ് തുടർന്ന് നമ്മൾ പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. റോമാലേഖനം പഠിക്കുമ്പോൾ തന്നെ അതിന് ഇൻട്രൊഡക്ഷനായിട്ട് ബൈബിളിനെ കുറിച്ച് പൊതുവിൽ 1-2 കാര്യങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണ്. അത് എല്ലാ ക്ലാസ്സുകളിലും നിങ്ങൾ ഓർത്തിരിക്കണം. അതിനുവേണ്ടി പറയുകയാണ്. വേദപുസ്തകം 2 നിയമങ്ങളാണ് നമുക്കറിയാം. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങൾ, പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ. പഴയ നിയമം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ട് 4 നിയമങ്ങളാണ് പഴയ നിയമത്തിലുള്ളത്. 4 പ്രമാണങ്ങൾ. എഴുതേണ്ടവർക്ക് എഴുതിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ നോട്ട് ബുക്ക് ഉണ്ടായിരിക്കണം, പേന ഉണ്ടായിരിക്കണം. പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ അത് പ്രയോജനമായിരിക്കും, അനുഗ്രഹമായിരിക്കും. അപ്പോൾ പഴയ നിയമത്തിൽ 4 പ്രമാണങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്നാമത്തേത് 10 കൽപ്പനകളാണ്. പഴയ നിയമത്തിൽ മൊത്തത്തിൽ 613 പ്രമാണങ്ങൾ, നിയമങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ 10 കൽപ്പനകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾ. ദൈവത്തിന് മനുഷ്യരോടുള്ള നേരിട്ട് ഉള്ള കൽപ്പനയും നിയമവുമാണ് 10 കൽപ്പനകൾ. രണ്ടാമത്തെ പ്രമാണം എന്ന് പറയുന്നത് ഭക്ഷണ നിയമങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം അവസാന അധ്യായം വരെ ഭക്ഷണ നിയമങ്ങളെ കുറിച്ച്
ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ബൈബിളിൽ പ്രതിപാദിക്കുന്നതനുസരിച്ച് ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ആരോഗ്യമുള്ളവരായി സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയും എന്നത് ഒരു സത്യാവസ്ഥയാണ്. മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് റിച്വൽസ് ആണ്. സഭയുടെ നിയമങ്ങൾ, ആരാധനാ ക്രമീകരണങ്ങൾ. നാലാമത്തെ നിയമം എന്ന് പറയുന്നത് ധാർമ്മിക നിയമങ്ങളാണ്. ഈ 4 പ്രമാണങ്ങളാണ് പഴയ നിയമത്തിലുള്ള പഴയ നിയമങ്ങൾ എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ബൈബിൾ എന്ന് പറയുന്നത് ഒരു പുസ്തകമല്ല, ധാരാളം പുസ്തകങ്ങൾ ചേർന്ന നല്ല ഒരു പുസ്തക സമൂഹമാണ്, ഒരു ലൈബ്രറിയാണ്. ചരിത്ര പുസ്തകങ്ങള്, ലോക ചരിത്രങ്ങള്, പ്രവാചകന്മാരുടെ പ്രവചനങ്ങള്, ദൈവത്തിന് മനുഷ്യരോടുള്ള ഇടപാടുകള്, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികള്, ഇതെല്ലാം ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്ന ധാരാളം പുസ്തകങ്ങൾ ഒന്നിച്ചു ചേർത്തുള്ള ഒരു പുസ്തകമാണ് ബൈബിൾ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 4 പ്രമാണങ്ങളിൽ ധാർമ്മിക നിയമങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. നരച്ച തലയെ ബഹുമാനിക്കണം, വൃദ്ധന്റെ മുമ്പിൽ എഴുന്നേൽക്കണം, നിങ്ങൾക്ക് ഒത്ത പടിയും ഒത്ത തുലാസം ഉണ്ടായിരിക്കണം, ആളുകൾ തമ്മിലുള്ള വ്യവഹാരങ്ങൾ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം ചേർന്നതാണ് ധാർമ്മിക നിയമങ്ങൾ. സഭ ആരാധനാ ക്രമീകരണങ്ങൾ എന്ന് പറയുന്നത് പഴയ നിയമ ആരാധനയ്ക്ക് പ്രത്യേകം വേർതിരിക്കപ്പെട്ട സ്ഥലമുണ്ടായിരിക്കണം, പ്രത്യേകം നിയമിക്കപ്പെട്ട സാധന സാമഗ്രികൾ ഉണ്ടായിരിക്കണം, പ്രത്യേകം വേർതിരിക്കപ്പെട്ട പുരോഹിത വൃന്ദങ്ങൾ ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ ആരാധനാ ക്രമീകരണങ്ങൾ നിയമങ്ങളായിട്ട് കൊടുത്തിരുന്നു. ഭക്ഷണ നിയമങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഭൂമിയിലുള്ള സസ്യങ്ങളൊക്കെ നിനക്ക് ആഹാരമായിരിക്കും എന്ന് പറഞ്ഞാണ് ദൈവ മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കുന്നത്. എന്നാൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മനുഷ്യന് കാലാകാലങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായി. പല ക്രമീകരണങ്ങളും പിന്നീട് പിൽക്കാലത്തുണ്ടായി. ബൈബിളിന്റെ അവസാനം വരുമ്പോഴും പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കുമെന്നാണ്. ജീവന്റെ വൃക്ഷത്തിൽ നിങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന് വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാൽ വേദപുസ്തകത്തിന്റെ അവസാനത്തിൽ പറയുന്നു. അപ്പോൾ ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് അതിൻ്റെതായ അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാകുമെന്നുള്ളത് വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാം. 10 കൽപ്പനകൾ, ദൈവത്തിന് മനുഷ്യനോടുള്ള പ്രമാണമാണ് 10 കൽപ്പനകൾ. ദൈവത്തോട് നാം ആചരിക്കേണ്ട കൽപ്പനകളുണ്ട്, മനുഷ്യർ തമ്മിൽ തമ്മിൽ ആചരിക്കേണ്ട കൽപ്പനകളുണ്ട്. ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരും. നിരീശ്വരവാദം കൊണ്ടോ യുക്തിവാദം കൊണ്ടോ ലോകത്തിൽ ഒരു വ്യക്തി പോലും അനുഗ്രഹിക്കപ്പെടാറില്ല. ദൈവത്തെ വിശ്വസിക്കുന്നത് കൊണ്ടും ആരാധിക്കുന്നത് കൊണ്ടും അനുഗ്രഹവും നന്മയും ഉണ്ടാകും. മാതാപിതാക്കളെ ബഹുമാനിക്കണം, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അന്യന്റെ ഒന്നും മോഹിക്കരുത്. ഇങ്ങനെയുള്ള പ്രമാണങ്ങളൊക്കെ പാലിച്ച് ജീവിച്ചാൽ ഒരു നല്ല മനുഷ്യനായി മാറാം. ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി, മനുഷ്യനായി ലോകത്തിൽ ജീവിക്കാൻ സാധിക്കും. മനുഷ്യത്വമുള്ള മനുഷ്യനായി. ഒരു ഹിന്ദു സന്യാസിയുടെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. അദ്ദേഹം പറയുന്നത്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 10 കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനായി മാറുമെന്ന്.
അത് കേട്ടപ്പോൾ എനിക്കും അത്ഭുതം തോന്നി. അവരൊക്കെ ഇത് ചിന്തിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യനായി മാറാൻ പറ്റിയ പ്രമാണങ്ങളാണ് ദൈവിക പ്രമാണങ്ങൾ എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. പോകട്ടെ, റോമാലേഖനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ട് പഴയ നിയമത്തെ കുറിച്ച് അത്രയും പറഞ്ഞ് ഞാൻ വിടുകയാണ്. പുതിയ നിയമത്തിലോട്ട് വന്നാൽ പുതിയ നിയമത്തിലും ഇതുപോലെ 4 പ്രധാനപ്പെട്ട നിയമങ്ങൾ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത്, പുതിയ നിയമം എന്ന് പറയുന്നത്, പഴയ നിയമത്തെ മാറ്റിയിട്ട് പുതിയ നിയമം കർത്താവ് സ്ഥാപിച്ചു. പുതിയ നിയമം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ യേശു ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പ് എന്നുള്ളതാണ് പുതിയ നിയമം. തെറ്റ് ചെയ്ത മനുഷ്യനെ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെ വീണ്ടെടുത്ത് പുതിയ മനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തുന്നതാണ് പുതിയ നിയമം. ഏതൊരു പാപിയായ മനുഷ്യനും യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കാം. ഒരുവൻ തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ അനുഭവിക്കണം. ആ ശിക്ഷ യേശു ക്രിസ്തു ഏറ്റെടുത്തു, നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി. അതുകൊണ്ട് നമുക്ക് വിടുതൽ കിട്ടുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അവരതിനെ എതിർക്കും. എന്നാൽ ഞാൻ പറയട്ടെ, ഒരു കൊടും പാതകം ചെയ്ത വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിലിട്ടേക്കുന്നു. പ്രസിഡന്റിന് അധികാരമുണ്ട്, വേണമെങ്കിൽ അവനെ വെറുതെ വിടാം. അവൻ യഥാസ്ഥാനപ്പെട്ടു എന്ന് കണ്ടാൽ അവന്റെ ശിക്ഷ ഇളച്ചു കൊടുക്കുവാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. ദൈവത്തിന്റെ പ്രത്യേക അധികാരത്തിലാണ് നമ്മളുടെ ശിക്ഷ ഇളച്ചു കിട്ടുന്നത്. നാം ദൈവത്തോട് ക്ഷമ ചോദിച്ചു കഴിയുമ്പോൾ, നിരപ്പ് പ്രാപിച്ചു കഴിയുമ്പോൾ, എന്റെ തെറ്റിന്റെ ശിക്ഷ യേശുക്രിസ്തു സ്വീകരിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയ്ക്ക് നമ്മൾ ഭാഗവാക്കാവുകയാണ്. അതാണ് പുതിയ നിയമത്തിലെ പ്രധാനപ്പെട്ട നിയമം, ക്രിസ്തുവിലൂടെയുള്ള നമ്മുടെ വീണ്ടെടുപ്പ്. ഇനി ഓരോന്നിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചു നോക്കാം. ഈ പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ ഉള്ളതായിട്ട് നമുക്കറിയാം. അത് 8 പേരാണ് അതിൽ പ്രധാനമായിട്ട് എഴുത്തുകാരായിട്ടുള്ളത്. ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങളാണ്, യേശുക്രിസ്തുവിന്റെ ജീവചരിത്രമാണ്. 5-ാമത്തെ പുസ്തകം സഭയുടെ ചരിത്രമാണ്, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം. തുടർന്ന് ലേഖനങ്ങളാണ്. 21 ലേഖനങ്ങൾ ബൈബിളിലുണ്ട്. ഈ 21 ലേഖനങ്ങൾ 4 അപ്പോസ്തലന്മാർ എഴുതിയതാണ്. പൗലോസിന്റെ ലേഖനങ്ങളാണ് ഇതിൽ കൂടുതൽ. 14 ലേഖനങ്ങൾ പൗലോസ് എഴുതിയതാണ്. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ 3 ലേഖനങ്ങൾ എഴുതി. പത്രോസ് അപ്പോസ്തലൻ 2 ലേഖനങ്ങൾ എഴുതി. യാക്കോബ് അപ്പോസ്തലൻ 1 ലേഖനം എഴുതി. അപ്പോസ്തലനായിരുന്ന യൂദ 1 ലേഖനം എഴുതി. വെളിപ്പാട് പുസ്തകം യോഹന്നാൻ അപ്പോസ്തലന്റെ പ്രവചന പുസ്തകമാണ്. ദൈവം നൽകിയ വെളിപ്പാടനുസരിച്ച് എഴുതിയ പ്രവചന പുസ്തകമാണ്. ഇനി റോമാലേഖനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, വേദപുസ്തകത്തിൽ ഒന്നാമത് എഴുതപ്പെട്ടിരിക്കുന്നത് റോമാലേഖനമാണ്. പിന്നെ കൊരിന്ത്യർ ലേഖനം, പിന്നെ ഗലാത്യ ലേഖനം, എഫേസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, ഇങ്ങനെ പോകുന്നു. എന്നാൽ ലേഖനങ്ങൾ എഴുതിയ ക്രമീകരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആദ്യം എഴുതിയ ലേഖനം റോമാലേഖനമല്ല. എന്നാൽ എന്തുകൊണ്ടാണ് റോമാലേഖനം വേദപുസ്തകത്തിൽ
ഒന്നാമതാക്കിയത് എന്നുള്ളതിനെ കുറിച്ച് ആദ്യം നമുക്ക് ചിന്തിക്കാം. നോക്കുക, പൗലോസിന്റെ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ ആദ്യമായിട്ട് പൗലോസ് എഴുതിയ ലേഖനം എന്ന് പറയുന്നത് ഗലാത്യ ലേഖനമാണ്. ഗലാത്യയിലാണ് ഒന്നാം മിഷണറി യാത്രയിൽ ആദ്യമായിട്ട് സഭയുണ്ടായത്. അവർക്കാണ് ഒന്നാമത് പൗലോസ് ലേഖനം എഴുതുന്നത്. രണ്ടാമത് എഴുതിയ ലേഖനം തെസലോനിക്ക ലേഖനമാണ്. തെസലോനിക്കർക്ക് എഴുതിയ ലേഖനങ്ങളാണ്. മൂന്നാമത് എഴുതിയ ലേഖനം കൊരിന്ത്യ ലേഖനമാണ്. നാലാമത് എഴുതിയ ലേഖനം റോമാലേഖനമാണ്. അതിനുശേഷം പൗലോസ് ജയിലിലായിരിക്കുമ്പോൾ എഴുതിയ ലേഖനങ്ങളുണ്ട്. ഫിലേമോന്റെ ലേഖനം, എപ്പേസ് ലേഖനം, ഫിലിപ്പ് ലേഖനം, കൊലോസ്യ ലേഖനം. പിന്നീട് ജയിലിൽ നിന്ന് മോചിതനായ ശേഷം തിമോത്തിയോസ് എഫെസോസ് സഭയുടെ ശുശ്രൂഷകനായി ചുമതലയെടുത്തപ്പോൾ തിമോത്തിയോസിനെ സഭയുടെ ഭരണത്തെക്കുറിച്ചും സഭയിൽ ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ളതിനെ കുറിച്ചുള്ള ചില നടപടിക്രമങ്ങൾ ഒക്കെ കൂടെ എഴുതിയതാണ് തിമോത്തിയോസിന്റെ ഒന്നാം ലേഖനം. അതുപോലെ തീത്തോസ് ക്രേത്ത സഭയുടെ ശുശ്രൂഷകനായി ചുമതലയെടുക്കുമ്പോൾ തനിക്ക് അതിന് വേണ്ട ക്രമീകരണങ്ങൾ എഴുതി അറിയിച്ച ലേഖനമാണ്, ലെറ്ററാണ് തീത്തോസിന്റെ ലേഖനം. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ ജയിലിൽ പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ ജയിലിൽ കിടക്കുമ്പോൾ തിമോത്തിയോസിന് വീണ്ടും ഒരു ലേഖനം കൂടെ എഴുതുവാനിടയായി തീർന്നു. ഇങ്ങനെയാണ് ഈ ലേഖനങ്ങളൊക്കെ എഴുതുവാൻ ഇടയായ സാഹചര്യം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ രണ്ടാമത് എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് പിന്നീട് വേണമെങ്കിൽ കേൾക്കാമല്ലോ. എന്നാൽ ബൈബിളിൽ റോമാലേഖനമാണ് ഒന്നാമത് ചേർത്തിരിക്കുന്നത്. രണ്ടാമത് ചേർത്തിരിക്കുന്നത് കൊരിന്ത്യ ലേഖനമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആദ്യം എഴുതിയ ലേഖനമല്ല ബൈബിളിൽ ചേർത്തത്. കാരണം പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് ഈ ലേഖനങ്ങളെ അടുക്കടുക്കായി ക്രമീകരിച്ച് ബൈബിളിൽ ചേർത്തിരിക്കുന്നത്. സഭ എന്ന് പറയുന്നത് എങ്ങനെ പോകണമെന്നും സഭയുടെ നടത്തിപ്പ് എങ്ങനെയായിരിക്കണമെന്നും സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ എങ്ങനെ പരിഹരിക്കണമെന്നും ഇത്യാദി വിഷയങ്ങളെക്കുറിച്ചെല്ലാം, സഭയുടെ ഉപദേശങ്ങളെക്കുറിച്ചും സഭയുടെ ഭാവി പ്രത്യാശയെക്കുറിച്ചും ഇതെല്ലാം ഈ ലേഖനങ്ങളിൽ പൗലോസ് വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് പറയുമ്പോൾ സഭ എന്താണെന്നുള്ളതിനെ കുറിച്ചും ഒരു വാക്ക് നമ്മൾ ചിന്തിക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ദൈവപുത്രനായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്ന, ഇനി ലോകത്തിൽ വരാൻ പോകുന്ന ദൈവരാജ്യത്തിന്റെ പ്രഭുവായ ക്രിസ്തുവായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്ന, ഭൂത വർത്തമാന ഭാവി കാലങ്ങളിലുള്ള ജാതി മത വർഗ വർണ്ണ പണ്ഡിത പാമര കുബേര കുചേല വ്യത്യാസമന്യേയുള്ള സകല വ്യക്തികളും ഉൾപ്പെട്ടതാണ് സഭ. യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് വരുന്ന ദൈവമക്കളുടെ കൂട്ടമാണ് സഭ. ദൈവം ഈ ഭൂമിയുടെ ഭരണം നടത്തുവാൻ വേണ്ടി ആദ്യം തിരഞ്ഞെടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളായിരുന്നു, യഹൂദന്മാരായിരുന്നു. അവർ ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ നിലനിൽക്കാഞ്ഞത് കൊണ്ട് ദൈവം സഭയെ തിരഞ്ഞെടുക്കുവാൻ ഇടയായി. ഈ ഭൂമിയുടെ അധികാരം അവരെ ഏൽപ്പിക്കുവാൻ വേണ്ടി. യഹൂദന്മാർക്കൊരു ധാരണയുണ്ടായിരുന്നു, ഭൂമിയുടെ അവകാശം അവരെ ദൈവം ഏൽപ്പിക്കുമെന്ന്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പലപ്പോഴും യേശുവിനോട് ചോദിച്ചു, ഈ കാലത്തിലോ നീ രാജ്യം ഞങ്ങൾക്ക് യഥാസ്ഥാനത്താക്കി തരുന്നത്? രാജ്യം യഥാസ്ഥാനത്തായി കിട്ടുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ യഹൂദന്മാരിൽ നിന്നും മറ്റ് ഇതര ജാതികളിൽ നിന്നും
കർത്താവിന് വേണ്ടി പ്രത്യേകമായി വേർതിരിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമാണ് സഭ. ആ സഭയുടെ നടത്തിപ്പ് എങ്ങനെയായിരിക്കണം, സഭയിലെ വിശ്വാസികൾ എങ്ങനെയായിരിക്കണം, സഭയുടെ ക്രമീകരണങ്ങൾ എങ്ങനെയായിരിക്കണം, സഭയുടെ ഭരണം എങ്ങനെയായിരിക്കണം, സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ എങ്ങനെ പരിഹരിക്കപ്പെടണം, ഇത്യാദി വിഷയങ്ങളൊക്കെയാണ് ലേഖനങ്ങളിൽ മൊത്തത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ സഭ എങ്ങനെയാണ് രൂപപ്പെട്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകും. വായിക്കാമോ? എഫേസ്യ ലേഖനം 6 onwards. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നു. സകല വിശുദ്ധന്മാരും നോക്കുക, ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ ഏക ശരീരസ്ഥരും കൂട്ടവകാശികളുമായി തീരുന്നു എന്നുള്ള വസ്തുത പൗലോസ് അപ്പോസ്തലന് വെളിപ്പെട്ട് കിട്ടിയത് താൻ ഇവിടെ പ്രസ്താവിക്കുകയാണ്. യഹൂദന് മാത്രമേ രക്ഷയുള്ളൂ എന്ന് കരുതിയിരുന്ന യഹൂദന്മാരുടെ ഇടയിൽ യഹൂദന്മാരിൽ നിന്നും ഇതര ജാതികളിൽ നിന്നും ക്രിസ്തുവിനു വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ക്രിസ്തുവിന്റെ സഭ. ഈ ക്രിസ്തുവിന്റെ സഭയുടെ നടത്തിപ്പിനെ കുറിച്ചും അവരുടെ ആരാധന ക്രമീകരണങ്ങളെ കുറിച്ചും അതിലെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചും ഒക്കെയാണ് ഈ ലേഖനങ്ങളിൽ പ്രതിപാദിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ അശുദ്ധ ലോകത്തിൽ നിന്ന് അശുദ്ധരായ മനുഷ്യരെ എടുത്ത് വിശുദ്ധീകരിച്ച് വീണ്ടും ഈ അശുദ്ധ ലോകത്തിൽ അശുദ്ധി പറ്റാതെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച് നിത്യതയ്ക്ക് വേണ്ടി അവരെ ഒരുക്കുന്ന പ്രത്യാശയുടെ വചനങ്ങളാണ് ലേഖനങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇനി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ലേഖനങ്ങളെ ക്രമീകരിച്ച വിധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ഒന്നാമത്, റോമാലേഖനമാണ് പുതിയ നിയമത്തിൽ ആദ്യമായിട്ട് ചേർത്തിരിക്കുന്നത്. പുതിയ നിയമത്തിൽ റോമാലേഖനം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ സുവിശേഷത്തിന്റെ യഥാർത്ഥ രൂപമാണെന്ന് പറയാം. 4 സുവിശേഷങ്ങൾ ബൈബിളിലുണ്ട്. എന്നാൽ ലേഖനങ്ങളിലെ സുവിശേഷമാണ് റോമാലേഖനം. അത് പൗലോസിന്റെ സുവിശേഷം എന്ന് പറയാം. മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത് പോലെ പൗലോസ് എഴുതിയ സുവിശേഷം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സുവിശേഷത്തിന്റെ കാതലായ സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് റോമാലേഖനത്തിലാണ്. ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പ്, സുവിശേഷത്താലുള്ള വീണ്ടും ജനനം, നീതീകരണം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് റോമാലേഖനത്തിൽ വിശദീകരിക്കുന്നത്. സുവിശേഷം മനുഷ്യനിൽ വരുത്തുന്ന രൂപാന്തരത്തെക്കുറിച്ചാണ് റോമാലേഖനം വെളിപ്പെടുത്തുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ തുടർന്ന് ചിന്തിക്കുന്നത് കൊണ്ട് അത്രയും പറഞ്ഞ ഭാഗം ഞാൻ വിടട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ സഭ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, സഭയിലെ വിശ്വാസികൾ എങ്ങനെയായിരിക്കണം, വിശ്വാസികൾ തമ്മിൽ എങ്ങനെയായിരിക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം എഴുതിയത്. കൊരിന്ത് സഭയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ, സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ എങ്ങനെ പരിഹരിക്കണം, എങ്ങനെ
സഭയെ നടത്തിക്കൊണ്ടു പോകണം എന്നുള്ളതിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം എഴുതുവാനിടയായത്. ഗലാത്യ ലേഖനം അടുത്തതായിട്ട് ചേർത്തത് ദുരുപദേശങ്ങളെ മനസ്സിലാക്കി അതിനെ തിരുത്തുവാനും അതിൽ നിന്ന് മാറി നിൽക്കുവാനും ദൈവകൃപയിൽ മുന്നേറുവാനും വേണ്ടിയാണ് ഗലാത്യ ലേഖനം എഴുതിയത്. അപ്പോൾ അങ്ങനെയാണ് ഈ ലേഖനങ്ങൾ പുതിയ നിയമത്തിൽ അടുക്കടുക്കായി ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നാമത് റോമാലേഖനം എഴുതി. മനുഷ്യൻ എങ്ങനെ രക്ഷിക്കപ്പെടണം, വീണ്ടും ജന്മം എങ്ങനെ പ്രാപിക്കുന്നു, മനുഷ്യനിൽ രൂപാന്തരം എങ്ങനെ വരുന്നു, അങ്ങനെ രൂപാന്തരപ്പെട്ട മനുഷ്യർ എങ്ങനെ സഭയിൽ പെരുമാറണം, സഭയോടുള്ള ബന്ധത്തിൽ എങ്ങനെ ആയിരിക്കണം, അത് മനസ്സിലാക്കാൻ വേണ്ടി കൊരിന്ത്യർ ലേഖനം എഴുതി. പ്രശ്നങ്ങൾ സഭയിൽ ഉണ്ടായാൽ അതിന്റെ പരിഹാരം എങ്ങനെ കണ്ടെത്തണം എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം എഴുതപ്പെട്ടത്. സഭയിൽ ധാരാളം ദുരുപദേശങ്ങൾ വന്നുകൂടി ആ ദുരുപദേശങ്ങളെ എങ്ങനെ തരണം ചെയ്യണം, ശരിയായിട്ടുള്ള ഉപദേശത്തിലും കൃപയിലും നിലനിൽക്കേണ്ടത് എങ്ങനെയാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഗലാത്യ ലേഖനം എഴുതിയത്. എഫെസ്യ ലേഖനത്തിൽ വന്നപ്പോൾ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. അപ്പോൾ ഒരു ശരീരമായി എല്ലാവരും ചേർന്ന് എങ്ങനെയാണ് സഭ നിലനിൽക്കേണ്ടത്, അല്ലെങ്കിൽ സഭ ഒരു കെട്ടിടമാണ്, ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മളെ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നമ്മെയും ദൈവത്തിന്റെ മന്ദിരമാകേണ്ടതിന് ചേർത്ത് പണിയുകയാണ്. ഒരു കെട്ടിടം പണിയുന്നത് പോലെയാണ് സഭയെ പണിതുകൊണ്ടുവരുന്നത്. ഒരു ശരീരം പോലെയാണ് സഭ. അങ്ങനെയാണ് സഭയുടെ ക്രമീകരണം. അതാണ് എഫെസ്യ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, കൈ അല്ലാത്തത് കൊണ്ട് ഞാൻ ശരീരത്തിലുള്ള അല്ല എന്ന് കാല് പറയുന്നെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ള അല്ല എന്ന് വരുന്നില്ല. കണ്ണ്, ഞാൻ ഇത്രയും നാളും കണ്ണായിട്ട് വർക്ക് ചെയ്തു, ഇനി ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞാൽ ശരീരത്തിന് അത് പ്രയാസമായി മാറും. നമ്മൾ ഒരു ശരീരമാണ്. ദൈവത്തിന്റെ സഭ ഒരു ശരീരം പോലെ എല്ലാവരും ചേർന്ന് സുസജ്ജമായിട്ട്, അല്ലെങ്കിൽ ഒരു നല്ല കെട്ടിടം പോലെ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോകണമെന്നാണ് എഫെസ്യ ലേഖനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനകത്തെ ആത്മീയ അർത്ഥങ്ങൾ കൂടെ ചിന്തിച്ചോണം. ഞാനിങ്ങനെ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞു വിടുന്നത് കൊണ്ട് പല ആത്മീയ സത്യങ്ങളും ഞാൻ എടുത്തു പറയുന്നില്ല, നിങ്ങൾ ചിന്തിച്ചുകൊള്ളണം. നമ്മുടെ ശരീരത്ത് പല അവയവങ്ങളുണ്ട്. പല്ലുണ്ട്, കണ്ണുണ്ട്, കൈയുണ്ട്. പല്ലിന് കേട് വന്നാൽ, പല്ല് വർക്ക് ചെയ്യാതെ വന്നാൽ എടുത്തു കളയും. ചിലരുടെ കാല് മുറിക്കുന്നു, ആംപ്യൂട്ട് ചെയ്യുന്നു, ഷുഗറൊക്കെ കൂടി കഴിയുമ്പോൾ. എന്നാലും ആള് ജീവിക്കും. സഭയിൽ നിന്ന് ചില പല്ലുകൾ പറഞ്ഞു പോയാലും സഭ വീണ്ടും നിലനിൽക്കും. ഏതെങ്കിലും അവയവങ്ങൾ, പുറമേയുള്ള അവയവങ്ങളൊക്കെ ഛേദിക്കപ്പെട്ടാലും ജീവിക്കും. എന്നാൽ പ്രധാനപ്പെട്ട അവയവങ്ങളൊന്നും പുറത്തു പോകാനൊക്കത്തില്ല. കിഡ്നി, ഹൃദയം, ഹാർട്ട്, ലിവറ്, ഇങ്ങനെയുള്ള അവയവങ്ങൾക്കൊന്നും പുറത്തു പോകാൻ പറ്റത്തില്ല. അവർക്ക് സഭയിൽ ചുമതല കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് സഭ നിലനിൽക്കേണ്ടത്. അപ്പോൾ സഭയിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുമ്പോൾ ഒരു ശരീരം പോലെ ഒന്നിച്ചെന്ന് പ്രവർത്തിപ്പാൻ ഇടയാകണം. അതാണ് എഫെസ്യ ലേഖനം നമ്മെ ഓർപ്പിക്കുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ അടുത്തത് ഫിലിപ്പ്യ ലേഖനമാണ്. അതിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സഭ ഐക്യമായിരിക്കണം. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, വല്ല ആശ്വാസവും, വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക സ്നേഹം പൂണ്ട്
ഐക്യമത്യപ്പെട്ട് ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഐക്യതയുള്ളവരായി സന്തോഷത്തോടുകൂടെ സഭയിൽ തുടരുവാൻ ഇടയാകണമെന്നുള്ളതാണ് ഫിലിപ്പിയ ലേഖനം നമ്മെ ഓർപ്പിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിൽ വരുമ്പോൾ ക്രിസ്തു സഭയുടെ തലയാണ്. അതുകൊണ്ട് തലയെ മുറുകെ പിടിക്കണം. ക്രിസ്തു എന്ന തലയിൽ നിന്ന് ജീവൻ പ്രാപിക്കുന്ന നാം ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുന്നവരായിരിക്കണമെന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ വരുമ്പോൾ തെസ്സലോനിക്ക ലേഖനം 1, 2 ലേഖനങ്ങളിലും നമ്മുടെ പ്രത്യാശയെ ഉണർത്തുന്ന ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. കർത്താവ് വരും, നമ്മുടെ കഷ്ടതകളൊക്കെ മാറും, നാം തേജസ്കരിക്കപ്പെടും, നാം കർത്താവിനോടുകൂടെ നിത്യതയിൽ പോകും. അതാണ് തെസ്സലോനിക്ക ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ആ പ്രത്യാശ നമുക്ക് നൽകുന്ന ലേഖനമാണ് തെസ്സലോനിക്ക ലേഖനം. അടുത്തത് തിമോത്തിയോസിന്റെ ലേഖനമാണ്. നമുക്കറിയാം, തിമോത്തിയോസിന്റെ ലേഖനത്തില് 3-ാം അധ്യായം 15-ാം വാക്യത്തിലൊക്കെ നല്ല പ്രബോധനങ്ങൾ, ഗുണീകരണങ്ങൾ, ശാസനകൾ എല്ലാം നമ്മുടെ ആത്മീയ വർധനയ്ക്കായിട്ട് എഴുതിയിരിക്കുന്നതാണ്. തീത്തോസിന്റെ ലേഖനത്തിൽ സഭയുടെ നടത്തിപ്പ് എങ്ങനെയായിരിക്കണം, വിശ്വാസികൾ, മൂപ്പന്മാർ, വൃദ്ധന്മാർ, വൃദ്ധമാർ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ലേഖനമാണ് തീത്തോസിന്റെ ലേഖനം. ഫിലേമോന്റെ ലേഖനം വിശ്വാസികളും ദൈവദാസന്മാരും വളരെ റെസ്പോൺസിബിൾ ആയിരിക്കണം സഭയോടുള്ള കാര്യത്തിലും ദൈവമക്കൾ തമ്മിലുള്ള കാര്യത്തിലും. എന്ന് പറഞ്ഞാൽ നാം പലതും കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് വലിയ കടം ഇളച്ചു കിട്ടി. നമ്മെ കർത്താവ് രക്ഷിച്ചു, വീണ്ടെടുത്തു. നമ്മൾ ദൈവസന്നിധിയിൽ തുടരുന്നു. നമ്മുടെ ഈ ജീവിതത്തിൽ സഭയിലും മറ്റുള്ള വിശ്വാസങ്ങളുള്ള മതത്തിലും പലതും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരാൾ കഷ്ടത്തിലായിരിക്കുമ്പോൾ, ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിനക്ക് വേണ്ടി 5 പൈസ ഒന്ന് സഹായിക്കാൻ എന്നെ കൊണ്ട് വരത്തില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുവാൻ നമുക്കിടയാകണം. പൗലോസ് ഫിലേമോന് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ഒനേസിമസ് നിന്നോട് എന്തെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യാൽ തന്നു തീർക്കാം. ഒരു മടിയുമില്ലാതെ അവൻ്റെ കടം ഏറ്റെടുക്കുവാൻ തയ്യാറാകുകയാണ്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കുവാൻ ദൈവമക്കൾ തയ്യാറാകണമെന്ന് ഓർപ്പിക്കുന്ന ലേഖനമാണ് ഫിലേമോന്റെ ലേഖനം. യാക്കോബിന്റെ ലേഖനം വരുമ്പോൾ ദൈവമക്കൾ ജീവിതത്തിൽ നല്ല പക്വതയുള്ളവരാകണമെന്ന് ഓർപ്പിക്കുന്ന ലേഖനമാണ്. നല്ല മച്യൂരിറ്റി ഉള്ള ക്രിസ്ത്യാനികളാകണമെന്ന് ഓർപ്പിക്കുന്ന ലേഖനമാണ് യാക്കോബിൻ ലേഖനം. എബ്രായ ലേഖനം വരുമ്പോൾ യേശുവിനെ മഹത്വവാനായി ചിത്രീകരിക്കുകയാണ്. ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. ആ മഹാനായ ക്രിസ്തുവിനെ എല്ലാവർക്കും വെളിപ്പെടുത്തുന്ന പൊതുവായൊരു ലേഖനമാണ് എബ്രായ ലേഖനം. പത്രോസിന്റെ ലേഖനം വരുമ്പോൾ കഷ്ടത എന്ന കഠിന ശോധനയായിട്ടും വിശ്വാസത്തോടും ധൈര്യത്തോടും പ്രത്യാശയോടും കൂടെ മുന്നിൽ ദൈവസന്നിധിയിൽ നിൽക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന
ഏറ്റവും വലിയ പ്രത്യാശയെക്കുറിച്ചാണ് പത്രോസ് എഴുതുന്നത്. യോഹന്നാന്റെ ലേഖനത്തിൽ വരുമ്പോൾ ആത്മീയരെന്ന് നടിച്ചുകൊണ്ട് മറ്റുള്ളവരെ കബളിപ്പിക്കുന്നവരെ സൂക്ഷിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഏതാത്മാക്കളും ദൈവത്തിങ്കൽ നിന്നുള്ളവയാണോ എന്ന് ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് താൻ ഓർപ്പിക്കുകയാണ്. അതുപോലെ യോഹന്നാൻ അപ്പോസ്തലനെ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ് അറിയപ്പെടുന്നത്. സ്നേഹമല്ലാതെ മറ്റൊന്നും കടപ്പെട്ടിരിക്കാൻ പാടില്ല. യൂദായുടെ ലേഖനത്തിൽ വരുമ്പോൾ ദുരുപദേശങ്ങളെല്ലാം ഖണ്ഡിച്ച് എഴുതിയിരിക്കുന്ന ലേഖനമാണ് യൂദായുടെ ലേഖനം. വെളിപ്പാട് പുസ്തകം നമുക്കറിയാം. ദൈവം കൊടുത്ത വെളിപ്പാടനുസരിച്ച് എഴുതിയിരിക്കുന്ന ഭാവികാല സംഭവങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ലേഖനങ്ങൾ ബൈബിളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോന്നും എഴുതിയ കാലക്കണക്കനുസരിച്ചല്ല ക്രമീകരിച്ചത്. ദൈവമക്കളുടെ ശാസനത്തിനും ഗുണീകരണത്തിനും നീതീകരണത്തിനും വിശുദ്ധീകരണത്തിനും പ്രത്യാശ വർദ്ധിപ്പിക്കേണ്ടതിനും ക്രിസ്തുവിന്റെ വരവിനു വേണ്ടി ഒരുങ്ങേണ്ടതിനും നിത്യതയ്ക്കായിട്ട് നമ്മെ ഒരുക്കേണ്ടതിനുമാണ് ലേഖനങ്ങൾ ഈ നിലകളിൽ ബൈബിളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ ലേഖനവും വായിച്ച് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി പുതിയ നിയമം മൊത്തം കൂടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്ക് യേശു. യേശു എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന, ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന കാര്യം. ഇനി പുതിയ നിയമത്തെ നമുക്ക് 2-3 വാക്കുകളിൽ പറയണമെങ്കിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പൗലോസ് അപ്പോസ്തലൻ വിശ്വാസത്തിന്റെ അപ്പോസ്തലനായിരുന്നു. വിശ്വാസത്തിൽ എങ്ങനെ നിലനിൽക്കണമെന്നുള്ളതിനെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. പ്രത്യാശയുടെ കാര്യങ്ങളാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. ഏത് കഷ്ടത്തിലും പ്രത്യാശയുള്ളവരായി ദിവസങ്ങളിൽ തുടരുവാൻ പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ സ്നേഹത്തിന്റെ അപ്പോസ്തലനാണ്. സ്നേഹത്തെക്കുറിച്ച് താൻ വാതോരാതെ ഓർപ്പിക്കുന്നു. അപ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, 3 വാക്കുകൾ പറഞ്ഞാൽ പുതിയ നിയമം അതിൽ ഉൾക്കൊള്ളും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി റോമാലേഖനമാണല്ലോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ മുഖവരയോടെ പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും ആഴമുള്ള ആശയങ്ങളുടെ ഉൾക്കാഴ്ചയാണ് റോമാലേഖനം. ഒന്നുകൂടെ പറഞ്ഞാൽ, തിരുവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവികമായ സമ്പന്നതയുടെ കവാടമാണ് റോമാലേഖനം. ഈ കവാടത്തിലൂടെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കാനുള്ള സകല നന്മകളും ഈ കലവറയിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതിനുവേണ്ടി തുറക്കപ്പെടുന്ന കവാടമാണ് റോമാലേഖനം എന്ന് പറയുന്നത്. നമുക്കറിയാം, മാർട്ടിൻ ലൂതർ രൂപാന്തരപ്പെടാൻ കാരണം റോമാലേഖനം 5-ാം അധ്യായമായിരുന്നു. അങ്ങനെയാണ് റീഫോർമേഷൻ ഉണ്ടായത്. പ്രൊട്ടസ്റ്റന്റ് സഭ ഉണ്ടാകാൻ കാരണം അങ്ങനെയാണ്. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ രക്ഷയുടെയും കൂടാരമാണ് റോമാലേഖനം. അതിൻ്റെ ഈറ്റില്ലമാണ് റോമാലേഖനം എന്ന് പറയുന്നത്. ഈ റോമാലേഖനം മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും എല്ലാ ദൈവമക്കളും വായിക്കണം. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും
റോമാലേഖനം വായിച്ചു തീർക്കാൻ നമ്മളെല്ലാവരും ഉത്സാഹിക്കണം. മൈക്കിൾ ഫാരഡെ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം മരണക്കിടക്കയിലായിരിക്കുമ്പോൾ പറഞ്ഞത് ബൈബിൾ എടുത്ത് വായിക്കാൻ. ബൈബിള് ഏത് ഭാഗം വായിക്കണമെന്ന് ചോദിച്ചപ്പോൾ റോമാലേഖനം വായിക്കാൻ പറഞ്ഞു. ഞാൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. പ്രത്യാശയോടെ നിത്യതയിലേക്ക് പോകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് റോമാലേഖനം വായിക്കാൻ പറഞ്ഞു. ഇങ്ങനെ റോമാലേഖനം പല നിലകളിൽ പലരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ലേഖനമാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഈ റോമാലേഖനം എഴുതാനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. പൗലോസ് അപ്പോസ്തലനാണ് റോമാലേഖനം എഴുതിയത്. റോമാലേഖനം എഴുതിയത് കൊരിന്തിൽ വെച്ചാണ്. കൊരിന്തിലെ ഗായോസ് എന്ന് പറയുന്ന ആളിന്റെ വീട്ടിൽ വെച്ചാണ് റോമാലേഖനം എഴുതിയത്. അഖായിയിൽ നിന്നും പൗലോസ് അപ്പോസ്തലൻ ഒരു ധർമ്മശേഖരം നടത്തി യെരുശലേമിലുള്ള പാവപ്പെട്ട ദൈവദാസന്മാരെ സഹായിക്കാൻ വേണ്ടി. ആ ധർമ്മശേഖരവുമായി ആ പണവുമായി താൻ യെരുശലേമിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ ക്രെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായിരുന്ന ഫേബ റോമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ റോമിലുള്ള വിശ്വാസികളെ കുറിച്ച് താൻ കേട്ടിട്ട് ഈ ലേഖനം എഴുതി ഫേബയുടെ കയ്യിൽ കൊടുത്തുവിട്ടതായിട്ടാണ് ഈ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിക്കാമോ? അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു. ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ നീ സ്ഥലമില്ലായ്ക പോലും ഇല്ലായ്കയായാലും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉണ്ടാകൊണ്ടും ഞാൻ സ്പാനിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. നോക്കുക, പൗലോസ് അപ്പോസ്തലൻ ഇതുവരെ റോമിൽ പോയിട്ടില്ല. റോമിൽ പോകാൻ വേണ്ടി താൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. സ്പെയിനിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ കയറി നിങ്ങളെ കണ്ടിട്ട് നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ താൻ ഈ ലേഖനത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇതുവരെയും താൻ അവിടെ പോയിട്ടില്ല. അവിടെ സഭയുണ്ട് എന്നറിയാം, പക്ഷെ അവിടെ പോകാനായിട്ട് സാധിച്ചിട്ടില്ല. അതിന്റെ 31-ാം വാക്യം വായിക്കാമോ? ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അതെ, നോക്കുക, പൗലോസിന് അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും യെരുശലേമിലേക്ക് പോകാൻ താൻ താല്പര്യപ്പെട്ടിരിക്കുമ്പോൾ അവരെക്കുറിച്ച് അറിഞ്ഞിട്ട് ഈ ലേഖനം എഴുതുകയാണ്. കാരണം അവിടെ സഭയുണ്ടെന്ന് എനിക്കറിയാം. ധാരാളം സഭകൾ അവിടെ ഉണ്ടായിരുന്നു, ഹോം ചർച്ചുകൾ, വീടുകളിൽ ആരാധിക്കുന്ന കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം അക്വിലാസും പ്രിസ്കില്ലയും, പ്രിസില്ലയുടെയും അക്വിലാസിന്റെയും വീട്ടിലൊരു സഭയുണ്ടായിരുന്നു. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? നമ്മുടെ സഹോദരിയും കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാമണ്ണം കർത്താവിന്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. അടുത്ത വാക്യം കൂടെ. ക്രിസ്തുവേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരായ
പ്രിസ്കയും അക്വിലായും വന്ദനം ചെയ്യുവീൻ. അവർ എൻ്റെ പ്രാണനു വേണ്ടി തങ്ങളെ കഴുത്തു വെച്ചു കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല, ജാതികളുടെ സകല സഭകളും നന്ദി പറയുന്നു. അടുത്ത വാചകം. അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്യുവീൻ. കണ്ടോ, അവരുടെ വീട്ടിലൊരു സഭയുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി, പ്രിസ്കില്ല എന്ന് പറയുന്നത് റോമൻ സൈന്യാധിപനായിരുന്ന ഒരാളുടെ മകളായിരുന്നു. അതുകൊണ്ട് റോമാക്കാരുടെ ഇടയിൽ വളരെ കഴിവുള്ളൊരു സ്ത്രീയായിരുന്നു, എല്ലാവരും ബഹുമാനിക്കുന്ന ആളായിരുന്നു. പൗലോസിന് പ്രശ്നമുണ്ടായപ്പോൾ, പൗലോസിനെ കൊല്ലുവാൻ യഹൂദന്മാർ ഭാവിച്ചപ്പോൾ, രംഗസ്ഥലത്തേക്ക് വന്നു പോകരുതെന്ന് പറഞ്ഞ് ആളുകൾ അവനെ വിലക്കിയപ്പോൾ പ്രിസ്കില്ലയാണ് മുന്നിൽ ചാടിയത്. ആദ്യം എന്നെ കൊല്ല്, പിന്നെ പൗലോസിനെ തൊടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അവൾ എനിക്ക് വേണ്ടി കഴുത്തു വെച്ചു തന്നവളായിരുന്നു. അത്ര ധൈര്യത്തോടു കൂടെ പൗലോസിന് വേണ്ടി നിന്നവരാണ്. ഈ അക്വിലാസിന്റെയും പ്രിസ്കില്ലയുടെയും വീട്ടിലൊരു സഭയുണ്ടായിരുന്നു. അപ്പല്ലോസിന്റെ വീട്ടിലൊരു സഭയുണ്ടായിരുന്നു. റോമിൽ സഭ ചിതറിക്കപ്പെട്ട് പലയിടങ്ങളിലായിപ്പോയി. ആദ്യം റോമിൽ ഒരു നല്ല സഭയുണ്ടായിരുന്നു. ആ സഭയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ക്ലൗദിയോസിന്റെ കാലത്ത് യഹൂദന്മാർ റോമാനഗരം വിട്ടുപോകണമെന്ന് കൽപ്പനയുണ്ടായി. അടുത്ത ആഴ്ച ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് ഓർപ്പിക്കാം. എന്നാൽ പലരും വീടുകളിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയുള്ള ചർച്ചകളെ എല്ലാം കൂടെ ചേർത്താണ്, അവർക്ക് വേണ്ടിയാണ് ഈ റോമാലേഖനം എഴുതിയത്. പല പല സഭകൾ വീടുകളിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ചർച്ചക്കോട്, IPC, അസംബ്ലീസ് ഓഫ് ഗോഡ്, ഷാരോൻ, ഇങ്ങനെയുള്ള സഭകളല്ല. ഒരേ ഉപദേശത്തിലും ഒരേ ആശയത്തിലും നിൽക്കുന്ന ദൈവസഭകളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. കാരണം ചർച്ച് ഓഫ് ഗോഡ് ആയാലും അസംബ്ലീസ് ഓഫ് ഗോഡ് ആയാലും ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് ആയാലും എല്ലാം കൂടി ഒരു ഗോഡേ ഉള്ളെന്ന് ഓർത്തുകൊള്ളണം. ഈ ഒരു സഭയുടെ അംഗങ്ങൾ പലയിടങ്ങളിൽ ചിതറിക്കപ്പെട്ട് പല വീടുകളിൽ കൂട്ടായ്മകൾ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ തന്നെ റോമിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല കൂട്ടായ്മയും ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാണ് അപ്പോസ്തലൻ റോമാലേഖനം എഴുതിയത്. അടുത്ത ആഴ്ച മുതൽ റോമാലേഖനത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് ആഴമായ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ദൈവമായ കർത്താവേ സഹായിക്കുമാറാകട്ടെ. ഇന്ന് ഞാൻ പറഞ്ഞ മുഖവര എല്ലാവരും ഓർത്തിരിക്കണം. അതനുസരിച്ചായിരിക്കും അടുത്ത ദിവസങ്ങളിൽ ഈ അടിസ്ഥാനത്തിന്മേലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. കർത്താവേ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.